കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയാണ് അവരുടെ ലക്ഷ്യം. മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ അവരുടെ കൈവശം ഒന്നുമില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളെ ആക്രമിച്ച് അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കാം എന്ന് ധരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയല്ലേ ഇത്. ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങൾ നടത്തിയിട്ടുണ്ട്? മന്ത്രിമാരെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തില്ലേ? നിങ്ങൾ എന്താണ് ഇതൊന്നും കാണാത്തത്? ഡൽഹിയിലെ ആരോഗ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തില്ലേ? അവിടുത്തെ മറ്റ് മന്ത്രിമാരെ അറസ്റ്റ് ചെയ്തില്ലേ? ആന്ധ്രയിൽ അനുഭവങ്ങൾ ഉണ്ടായില്ലേ? ഇത് മുഖ്യമന്ത്രി BJP ഇതര ഗവൺമെൻറ്റുകളെ ആക്രമിക്കുക, കളങ്കപ്പെടുത്തുക, അതിനെന്തും ചെയ്യാൻ മടിക്കാത്തൊരു ഗവൺമെൻറ്റല്ലേ. ആം ആദ്മി പാർട്ടിയുടെ കേജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നില്ലേ? അവരെ അറസ്റ്റ് ചെയ്തൊരു ഗവൺമെൻറ്റല്ലേ ഇവിടെയുള്ളത്. നിങ്ങൾ എന്ത് ഔചിത്യമാണ്, എന്ത് നിയമപരമായ നടപടികളാണ് ഇവിടെ സ്വീകരിച്ചത്? ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം, ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് BJP ഇതര ഗവൺമെൻറ്റുകളെ സ്തംഭിപ്പിക്കുകയല്ലേ. തമിഴ്നാട് നിയമസഭ പാസ്സാക്കിയിട്ടുള്ള 10 ബില്ലുകൾ അംഗീകാരം കൊടുക്കാതെ വർഷങ്ങളായി വെച്ചുകൊണ്ടിരിക്കുകയല്ലേ. കേരള നിയമസഭ പാസ്സാക്കിയ നിയമങ്ങൾ, ഇവിടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾക്ക് അംഗീകാരം കൊടുക്കണ്ടേ? ആ അംഗീകാരം കൊടുക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു ഗവർണറിൽ നിക്ഷിപ്തമായ ചുമതലയാണത്. സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചർച്ച ചെയ്ത് പാസ്സാക്കി അംഗീകരിക്കുന്ന നിയമങ്ങൾ അംഗീകരിക്കുക എന്നുള്ളത്.